പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ വഴിത്തിരിവ്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ നിർണായകമായ രേഖകളും തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതിക്കാരിയുടെ വാദങ്ങൾ സത്യമല്ലെന്നും തെളിയിക്കാൻ സാധിക്കുന്ന രേഖകളാണ് അദ്ദേഹം സീൽഡ് കവറിൽ കോടതിയിൽ സമർപ്പിച്ചത്. തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങൾക്ക് ഈ പുതിയ നീക്കം കൂടുതൽ കരുത്തു നൽകുകയാണ്. യുവതി നൽകിയ പരാതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിനും പരാതിക്ക് പിന്നിലെ ലക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള തെളിവുകളാണ് എം.എൽ.എ. കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതോടെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജില്ലാ കോടതിയിൽ കേസ് കൂടുതൽ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേസിന്റെ രഹസ്യാത്മക സ്വഭാവം പരിഗണിച്ചാണ് ഈ രേഖകൾ പൂർണ്ണമായും സീൽഡ് കവറിൽ കോടതിക്ക് കൈമാറിയത്. പരാതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ, ഇരുവരും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങൾ, അതുപോലെ പരാതി നൽകിയതിനു ശേഷമുള്ള സംഭവങ്ങൾ എന്നിവയെല്ലാം പുതിയ തെളിവുകളിൽ ഉൾപ്പെടുന്നുണ്ട്. യുവതിയുടെ വാദങ്ങൾ ശരിയല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് തനിക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും ഈ തെളിവുകൾ വഴി കോടതിയെ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെയും പ്രതീക്ഷ. മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് 9 തെളിവുകൾ ജില്ലാ സെഷൻസ് കോടതി മുൻപാകെ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചത്. പരാതി നൽകിയ യുവതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഇപ്പോൾ പെൻഡ്രൈവുകൾ അടങ്ങിയ 9 തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത്. യുവതി ജോലി ചെയ്ത ചാനലിന്റെ മേധാവിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട സംഭാഷണ ശകലങ്ങളും തെളിവായി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ മേധാവിയുടെ ഭാഗത്തു നിന്നും നിരന്തരം സമ്മർദ്ദമുണ്ടായിരുന്നു എന്നത് സൂചിപ്പിക്കുന്ന നിർണായക തെളിവുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന്, രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന സമയത്ത് ഭർത്താവുമായി വേർപെട്ട് നിൽക്കുകയായിരുന്നു എന്ന യുവതിയുടെ മൊഴി പാടെ പൊളിച്ചെഴുതുന്ന വിവരങ്ങളാണ് രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതാണെന്ന് തെളിയിക്കുന്ന സുപ്രധാന വിവരങ്ങളും അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. യുവതിയുടെ വാദങ്ങൾ സത്യമല്ലെന്ന് തെളിയിക്കാൻ കഴിയുന്ന ചാറ്റുകൾ, വോയിസ് ക്ലിപ്പുകൾ, ഇരുവരും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ എന്നിവയെല്ലാം ഈ തെളിവുകളിൽ ഉൾപ്പെടുന്നുണ്ട്. പരാതി നൽകിയ യുവതിയുമായി രാഹുലിന് അടുത്ത ബന്ധമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധം നിയമപരമായ കുറ്റകൃത്യമായിരുന്നില്ല എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ രേഖകളിലുള്ളത്. യുവതിയുടെ പരാതിയിലെ പല കാര്യങ്ങളും സത്യവുമായി ഒത്തുപോകാത്തതാണെന്ന് തെളിയിക്കാനാണ് ഈ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദങ്ങൾക്ക് കൂടുതൽ ഈ രേഖകൾ കരുത്തു പകരുകയാണ്. പരാതിക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും യുവതിയുടെ വാദങ്ങൾ സത്യമല്ലെന്നും തെളിയിക്കാൻ സാധിക്കുന്ന രേഖകളാണ് അദ്ദേഹം സീൽഡ് കവറിൽ കോടതിക്ക് നൽകിയത്. ഈ തെളിവുകൾ കോടതിയിൽ നിർണായകമായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ കേസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയും കേസ് തന്നെ തള്ളാനുള്ള സാധ്യതകളിലേക്ക് എത്തുകയും ചെയ്യും. ഓരോ ദിവസം കഴിയുന്തോറും രാഹുലിന് അനുകൂലമായ വാർത്തകളും തെളിവുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൈംഗിക അപവാദ കേസിൽ ശക്തമായ പ്രതിരോധം രാഹുൽ തീർത്തു കഴിഞ്ഞു.